ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ മൂൺ ആൻഡ് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഇൻ ലിയോ, പ്രത്യേക സന്ദേശങ്ങൾ. ഓക്കെ, അപ്പോൾ കർക്കിടക വാവാണ്, അതായത് ന്യൂ മൂൺ ഇൻ ലിയോ ആണ് സംഭവിക്കുന്നത്. ഇന്ന് തന്നെ നമുക്ക് ഇന്ത്യയിൽ വിസിബിൾ അല്ലെങ്കിലും ടോട്ടൽ സോളാർ എക്ലിപ്സും സംഭവിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ രണ്ട് എനർജീനെയും ബേസ് ചെയ്തിട്ട് യൂണിവേഴ്സിന് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്നാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. എന്നത്തെയും പോലെ 3 ചിത്രങ്ങൾ തമ്മിലുണ്ട്, അതുപോലെ തന്നെ 3 ഡെക്കുകൾ ഇവിടെയുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിൽ താരത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂ മൂൺ ആൻഡ് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഇൻ ലിയോ മായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 1 നൽകാനുള്ള പ്രത്യേക സന്ദേശം എന്താണ്? ഓക്കെ, 3 ഓഫ് സൂട്ട്സും 4 ഓഫ് സൂട്ട്സും ആണ് കിട്ടുന്നത്. ഒരു ഹീലിംഗ് പീരീഡിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഹീലിംഗ് പീരീഡിൽ നിങ്ങൾ ആയിരിക്കുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നലൊക്കെ ഉണ്ടാകാം. ഓക്കെ, ഒരു സപ്പോർട്ട് ഇല്ലാന്നോ അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് ഗോയിങ് ഡൗൺ എന്നൊക്കെ ഒരു ചിന്തയുണ്ടല്ലോ. ഒന്നും വിചാരിക്കുന്ന പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു തോന്നലും ഒരു നിരാശയും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ സമയം നിങ്ങൾ മാക്സിമം റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം അനാവശ്യ ചിന്തകളെ, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന ചിന്തകളെ അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാം, മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ചോയ്സ്. നിങ്ങളോട് പറയുന്നത് അങ്ങനെയാണ്. കാരണം ഇതൊരു ഹീലിംഗ് ടൈമാണ്. ഒരു ഹീലിംഗ്, ഒരു സ്പെസിഫിക് ഒരു പർട്ടിക്കുലർ പാസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു പാസ്റ്റിൽ നിന്നുള്ള ഹീലിംഗ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ഇൻറ്റൻസും ആണ്. അപ്പോൾ അത് നടക്കുന്നതിനെ നിങ്ങൾ അനുവദിക്കണം. എന്തോ യാതൊരു തരത്തിലും നിങ്ങൾ ഈ സിറ്റുവേഷനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒറ്റപ്പെടലൊക്കെ തോന്നുന്നത് അത് മനസ്സിൻ്റെ ഒരു ചിന്ത മാത്രമാണ്. ഇപ്പോൾ ഈ ഹീലിംഗ് നടക്കുന്നതിന് ഇത് അത്യാവശ്യമാണ്. ഈ ഒരു സോളിറ്റ്യൂഡ് അത്യാവശ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു പാസ്റ്റ്, നിങ്ങൾ അത്രയും വേദനിപ്പിച്ച ആ പാസ്റ്റ് എന്താണോ അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. അതല്ല നിങ്ങളുടെ ജീവിതം. ഓക്കെ, അല്ലെങ്കിൽ അതല്ല നിങ്ങളുടെ ജീവിതത്തിനെ മൊത്തത്തിൽ ഇനി വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അതൊരു ഭാഗം മാത്രമായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ഹീലാവാനുള്ള ടൈമാണിപ്പോൾ. അത് നടക്കുന്നതിനെ നിങ്ങൾ അനുവദിക്കുക, അതിൽ നിന്ന് മുന്നോട്ട് പോവുക. അതിലേക്ക് ഇനിയും നിങ്ങളുടെ ശ്രദ്ധ പോകാതിരിക്കുക. അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുന്നതിനേക്കാൾ യൂണിവേഴ്സാണ് ഇവിടെ ഇനീഷ്യേറ്റ് എടുക്കുന്നത് എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അത്രയും പുഷ് ചെയ്യുന്നുണ്ട് ഇവിടെ, ആ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്, അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിനെ നിങ്ങൾ അനുവദിക്കണം. അപ്പോൾ ഈ ഒരു പാസ്റ്റിനെ കുറിച്ച് മാക്സിമം ചിന്തിക്കുന്നത് മാറ്റി നിർത്തി, അതൊരു അടഞ്ഞ അധ്യായമാണ്. ഇനി അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാതെ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഏതൊരു മേഖലയിലാണോ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു വേദന ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്, ഒരവസാനം ഉണ്ടായിട്ടുള്ളത്, അവിടെ ഇനിയൊരു പുതിയ തുടക്കം ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ഇനി ഒരു ജോബിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനായിട്ട് പരിശ്രമിക്കുക. ഫുള്ളി അതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് നേടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അതിനോടൊപ്പം യൂണിവേഴ്സിനെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ളിൽ ഇത് എങ്ങനെ നടക്കും, ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ എങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുമെങ്കിൽ എനിക്ക് ഈ പറയുന്ന സ്പെസിഫിക് ന്യൂ ബിഗിനിങ് ഉണ്ടാകും, ഇങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. നിങ്ങൾ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിനെ അത്രയും ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, പല അവസരത്തിലെ യൂണിവേഴ്സ് ഇതുപോലെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഗൈഡൻസസ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്.
അത് ഫോളോ ചെയ്യാതിരുന്നപ്പോൾ ഇപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് വന്നിട്ട് നിങ്ങൾ അതിന് വേണ്ട വിധം ശ്രദ്ധ കൊടുക്കാതെ മുന്നോട്ട് പോയപ്പോൾ പിന്നെ അത് റിഗ്രറ്റ് ചെയ്ത ടൈം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സ് നിങ്ങളോട് സ്പെസിഫിക് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറയുന്നുണ്ട് ഈ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് എങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങൾ അതെന്തുകൊണ്ട് അത് ചെയ്ത് എങ്ങനെ കിട്ടും, എങ്ങനെ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴേ അറിയാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ആക്ഷൻ, എടുക്കേണ്ട ആക്ഷൻ കൃത്യമായി എടുക്കുക. ഓക്കെ, അതിനോടൊപ്പം നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാകുക, നിങ്ങളുടെ അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബൗണ്ടറി എസ്പെഷ്യലി നിങ്ങളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് തോട്ട്സിലാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഓക്കെ പലരും അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ആ ഒരു ഉള്ളില് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ഗൈഡൻസിനെ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ അതുമായി മുന്നോട്ട് പോകുക. അനാവശ്യമായിട്ട് ആളുകൾ അഭിപ്രായം പറയുന്നതിനൊക്കെ നിങ്ങളൊന്ന് അതിന് വില കൊടുക്കാതിരിക്കുക. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ അത് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ ഈ ഒരു ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഈ ഒരു എൻഡിങ് ഉണ്ടായത്, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്, അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അത് ചെയ്യാം. അപ്പൊ അത് മറ്റുള്ളവരുടെ പറയുന്നതിന്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇതിലേക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്ത് ഈ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ശരിയാണ്, നിങ്ങൾക്ക് അത്രയും വേദന ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളായിട്ട് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിങ്ങൾക്ക് ഇപ്പോഴും അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും സങ്കടം വരുന്നുണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത്രയും അതിന് ആഴത്തിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതോടുകൂടെ നിങ്ങളുടെ ഒരു പ്രതീക്ഷയില്ലാത്ത ലൈഫിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പ്രത്യേക യൂണിവേഴ്സ് പറയുന്നു. മാത്രമല്ല ഈ ഓർമ്മകളെ നിങ്ങൾ അത്രയും വേദനിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലേക്ക് ഇങ്ങനെ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കരുത് എന്നും കൂടെ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. അതിനെ വിട്ടുകളയാം. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതോടെ നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവും, കൂടുതൽ നിങ്ങൾക്ക് ടെൻഷൻ വരും. ഓക്കെ, അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ അടക്കം ബാധിക്കും. അപ്പൊ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തുക, അതിനെ വിട്ടുകളയാം. ആ ഓർമ്മകളെ നിങ്ങൾ വിട്ടുകളയാൻ തന്നെ വേണം. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനായാസം പുറത്തെടുക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലത്തെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. നിങ്ങൾ എത്രത്തോളം ഒരു സ്ട്രോങ് എത്രത്തോളം ഉറപ്പുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ്, എത്രത്തോളം ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്, എത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, ഇതിനൊക്കെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പം. അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഈ ഒരു എന്താ പറയാ ഘട്ടം അതെനിക്ക് അനായാസം മറികടക്കാവുന്ന ഒന്നായതുകൊണ്ടാണ് യൂണിവേഴ്സ് എന്നെ ഇവിടെ കൊണ്ടിട്ടുള്ളത്, എന്റെ ജീവിതത്തിലേക്ക് ഇത്തരം ഒരു അനുഭവം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് എപ്പോഴും സ്വയം ഓർമ്മിപ്പിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു, ഏറ്റവും കൂടുതൽ നിങ്ങളോട് ആ ഒരു സ്നേഹവും കരുണയും ഒക്കെ കാണിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പം. ഒരു കാരണവശാലും സ്വയം പഴിക്കാനോ സ്വയം കുറ്റപ്പെടുത്താനോ നിൽക്കാതിരിക്കുക. ഈ ഒരു ടൈം അത്രയും വൾണറബിൾ ആണ് നിങ്ങളുടെ മനസ്സെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൾണറബിൾ ടൈമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കരുതലൊന്നും ചുറ്റുമുള്ളവരിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടാകില്ല. അത് കിട്ടുകയാണെങ്കിൽ നല്ലത്, ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ അപ്പൊ നിങ്ങളാണത് നിങ്ങൾക്ക് സ്വയം നൽകേണ്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹവും കരുണയൊക്കെ നൽകുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും സ്വയം എന്താ പറയാ ദേഷിച്ച് സംസാരിക്കാതിരിക്കുക, സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ട, മെന്റലി സ്വയം എൻകറേജ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ. ഓക്കെ, കണ്ടു മനസ്സ് എത്രത്തോളം നിങ്ങൾക്ക് പീസ്ഫുൾ ആയിരിക്കാൻ പറ്റുമോ ആ പീസ്ഫുൾ ആയിരിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അകറ്റി നിർത്തുക ഈ ഒരു ടൈമിൽ. എന്നിട്ട് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് പ്രാധാന്യം കൊടുത്ത് ആ സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം.
ന്യൂ മൂൺ ആൻഡ് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഇൻ ലിയോവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 2 നൽകാനുള്ള പ്രത്യേക സന്ദേശം എന്താണ്? നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനെ തള്ളിക്കളയുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തീരെ പാടില്ല. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത്രയധികം നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് അടുക്കുന്നതിന് അല്ലെങ്കിൽ അത് നടത്തിയെടുക്കുന്നതിന് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം എന്താണോ ആ തടസ്സത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആണ് കിട്ടുക. ഓക്കെ, അതെന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആണ് കിട്ടുക. അപ്പൊ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അനായാസം ഈ ഒരു ഒബ്സ്റ്റക്കിൾ കടന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ, ആ ഒരു നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകും. നിങ്ങളിൽ ഒരു ഗ്ലോ അപ്പ് തന്നെ അതിലൂടെ സംഭവിക്കും. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ എന്ന വ്യക്തിക്കും ഒക്കെ ഒരു അപ്ഗ്രേഡ് സംഭവിക്കും അതിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഓൾറെഡി ഉണ്ടായിട്ടുള്ളതാണ്. ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിന്റെ എന്താ പറയാ, അത്രയും നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന്റെ ഒരു ആദ്യ പടിയാണ് ഈ പറയുന്ന വിഷ് ഫുൾഫിൽമെന്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ക്ലൂ. ഓക്കെ, അതിലൂടെ നിങ്ങൾ കുറേം കൂടെ ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഇൻറ്റ്യൂഷൻ പറയുന്നത് ശ്രദ്ധിച്ച് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടുകൂടെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ്, ഒരു അപ്ഗ്രേഡ് നിങ്ങൾ എന്ന വ്യക്തിയിലും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്നതിനും നിങ്ങളുടെ ധൈര്യം കൂട്ടുന്നതിനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിനും ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ ഹീലിംഗ് അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. വളരെയധികം ഈ ഒരു മൊമെന്റിലായിരിക്കാൻ പറയുന്നു. നിങ്ങൾ ഒരുപാട് ചിന്തകളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾക്ക് കൃത്യമായി ശ്രദ്ധിക്കാൻ പറ്റാതാവുന്നതും ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്ന മെസ്സേജുകളെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതും, എന്റെ തോന്നലാണോ എന്നൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനാണ് നിങ്ങളോട് പറയുന്നത് ഈ മൊമെന്റിലായിരിക്കുക, പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ലൈഫിൽ ഒരു റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത് ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ വെച്ച് എല്ലാ ദിവസവും ആ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രസന്റ് മൊമെന്റിൽ തന്നെ നിൽക്കും. അനാവശ്യ ചിന്തകളെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയാനും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള റിവാർഡും നിങ്ങൾക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിനോട് ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ആദ്യം നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലൂ ആണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് നടക്കുന്നതിനായിട്ട് അത് ഇൻറ്റ്യൂഷനിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം നിങ്ങളോട് പറയുന്ന കാര്യമാണ്, നിങ്ങളിലേക്ക് ആ ഒരു ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് എനർജി അതെപ്പോഴും വേണം. ഓക്കെ, അത് ഇൻറ്റ്യൂഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ഓവറോൾ നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കുമ്പോഴാണ് നിങ്ങളിൽ ആ ഒരു ഹീലിംഗ്, ആ ഒരു അപ്ഗ്രേഡ് സംഭവിക്കുന്നതും. നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള കുറച്ച് റിവാർഡ്സ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള എഫേർട്സിന്റെ, നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഓരോ ഘട്ടത്തിൽ നിങ്ങൾ യൂണിവേഴ്സിൽ അർപ്പിച്ച വിശ്വാസത്തിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് കുറച്ച് റിവാർഡ്സ്, ഓക്കെ, റിട്ടേൺസ് എന്ന് ഞാൻ കേൾക്കുന്നു, കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെങ്കിൽ, അത് നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കണമെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കുറേം കൂടെ അത് എക്സൈറ്റ്മെന്റ്, കുറേം കൂടെ ഗ്രോത്ത് ഒക്കെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോഴാണത് സംഭവിക്കുക. അപ്പൊ ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു എപ്പോഴും ആ ഒരു എനർജിയിലായിരിക്കുക, ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നിങ്ങൾ അനാവശ്യമായിട്ട് കുറെ എനർജി നിങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ അനാവശ്യമായിട്ടുള്ള എനർജീനെ നിങ്ങളിൽ നിന്ന് ഫ്രീ ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന റിവാർഡ്സിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അനാവശ്യമായിട്ടുള്ള എനർജീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത, നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അത് നടത്തിയെടുക്കാനോ അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കാണാനോ ശ്രമിക്കുന്നുണ്ട്. അതേതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ റിലീസ് ചെയ്യുന്നതാണ് ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ കൂടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്തിന്? നിങ്ങളുടെ
ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എനർജീസിന് അനായാസം വരുന്നതിന് അവിടെ ഒരു എനർജറ്റിക്കൽ സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം അനാവശ്യമായിട്ടുള്ള തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് കൂടുതൽ ഗുണകരമാകുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾ കുറേയും കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതിന് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നടക്കേണ്ട ആക്ഷൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ആക്ഷൻസ് എടുക്കുമ്പോഴേ ഈ മാറ്റങ്ങൾ സംഭവിക്കൂ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് ഇതിൽ പറയുന്ന ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചേഞ്ചസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇമോഷണലി ഫുൾഫിൽമെന്റ് നൽകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, ഈ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുക, സറണ്ടർ ചെയ്യുക, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ എനർജിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നും കൂടെ എപ്പോഴും ഓർക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ന്യൂ മൂൺ ആൻഡ് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഇൻ ലിയോവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 3യിലുള്ള കളക്ടേഴ്സ് നൽകാനുള്ള പ്രത്യേക സന്ദേശം എന്താണ്? Clarify the High Priestess. ഒരു ട്രാൻസ്ഫോർമേഷന്റെ സമയം ആയിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഒരു ചേഞ്ച്, ഓക്കെ, ഒരു പീസ്ഫുൾ ചേഞ്ചിന് സമയമായിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുന്നു. അത് നിങ്ങളിൽ നിന്ന് ഹിഡൻ ആണ്. അതായത് റൈറ്റ് നൗ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അത് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിട്ടില്ല. യൂണിവേഴ്സ് പെർഫെക്റ്റ്ലി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ സർപ്രൈസ്. ബട്ട് നിങ്ങളോട് പറയുന്നു, ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൂടുതൽ സമാധാനം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ സമാധാനം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഒരു സ്ട്രെസ്ഡ് എനർജിയിലായിട്ടാണ് കാണുന്നത്. വളരെ സ്ട്രെസ്ഡ് ആണ് എന്ന് കാണുന്നു. ഒരുപാട് എന്താ പറയാ, ഒരു ഒട്ടും മനസ്സമാധാനം ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ വൈകാതെ അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുക എന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ നല്ലതിനാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇത് ഡെസ്റ്റിനിലുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം കൂടി ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഈ മാറ്റത്തിന് അതൊക്കെ കാരണമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം നടക്കുന്നതാണ്, നിങ്ങളുടെ ഡെസ്റ്റിനിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു ചേഞ്ച് വരും ഈ ഒരു മാറ്റം കൊണ്ട്. അത് ടെമ്പററി ആണ്. ഓക്കെ, ടെമ്പററി ആണ്. കാരണം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്തെടുക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ചില ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ഒരു വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള കൺഫ്യൂഷൻ, ലാക്ക് ഓഫ് ക്ലാരിറ്റി, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മുന്നോട്ട് കടക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ഒരു കാര്യം. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുക. കാരണം കംഫർട്ട് സോണിൽ പുറത്തെടുക്കാൻ പറയുമ്പോൾ യൂണിവേഴ്സിനെ അത്രയും ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഈ ഒരു മാറ്റം എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ചോയ്സ് അല്ല എന്നും കൂടെ മനസ്സിലാക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ, വേണ്ടെങ്കിൽ വേണ്ട, ആ ഒരു എനർജി അല്ല ഇവിടെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഇസ് സംതിങ് യു ഷുഡ് ആക്സെപ്റ്റ്. അത് നിങ്ങൾ യെസ് പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ യെസ് പറഞ്ഞേ പറ്റൂ. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഡിസ്കംഫേർട്ട് അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം.
ഓക്കെ, നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ വളരെ കൈൻഡ് എനർജിയിൽ നിൽക്കുക. ഒരു എന്താ പറയുക, നിങ്ങളോടും ചുറ്റുള്ളവരോടൊക്കെ ആ ഒരു കൈൻഡ് എനർജിയിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. ഇത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഈ വരുന്ന ചേഞ്ച്. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ് ഉണ്ടാവുന്നത്. ലൈഫിൽ കുറേ കൂടെ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ട് ഈ ഒരു മാറ്റത്തിലൂടെ. മാത്രമല്ല, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഒബ്സ്റ്റക്കിൾസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മോചനം കൂടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ചേഞ്ച്. ആൻഡ് ദിസ് ഇസ് സംതിങ് യു ട്രൂലി ഡിസേർവ്. ഇത് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താ പറയാ, യൂണിവേഴ്സ് നീതി നടപ്പാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ. ഈ ഒരു സിറ്റുവേഷനിലൂടെ വളരെയധികം ക്ഷമയോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. ഇതിലൂടെ ഞാൻ പറഞ്ഞല്ലോ, മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ, മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ മാറ്റങ്ങളും നിങ്ങൾ റൈറ്റ് അവേ ആക്സെപ്റ്റ് ചെയ്യും, ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്ന ഒന്നായിരിക്കില്ല. ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അത്ര സുഖകരമായിട്ട് തോന്നൂല, കാരണം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം അവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുമെങ്കിലും ക്ഷമയോടെ ആയിരിക്കാൻ പറയുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ, ഈ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ മാക്സിമം ഒരു പേഷ്യൻസ്, ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഇതുകൊണ്ട് എനിക്ക് ഗുണമാണ് ഉണ്ടാകുക എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയമാണ് 21:21. അത് കൺഫർമേഷൻ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുക. അതിനെ എന്താ പറയാ, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലൂടെ നല്ല മാറ്റങ്ങളെ ഉണ്ടാകൂ എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു പർട്ടിക്കുലർ ചേഞ്ച് നിങ്ങളുടെ ശരിയാണ്, നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ചോയ്സ് ആയിരിക്കില്ല, ഒക്കെ ശരിയാണ്. എങ്കിലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് നല്ലതാണ്. ഈ മാറ്റം നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. അത് പക്ഷെ നിങ്ങൾക്ക് എനിക്ക് നല്ലതാണ് എന്നുള്ളത് ആദ്യമേ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുന്നത്, അതുപോലെ ഒരു ഹാപ്പി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നില്ല. കുറച്ചൊരു ഡിസ്കംഫേർട്ട് ഉണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, പക്ഷെ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓരോ എക്സ്പീരിയൻസസ് അത് നിങ്ങൾക്ക് സന്തോഷമാണ് തരിക. നിങ്ങൾക്ക് ഒരുപാട് ഗുണമാണ് അതിലുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു മാറ്റത്തിനെ സ്വീകരിച്ച് മുന്നോട്ട് പോയതിൽ നിങ്ങൾക്കും റിഗ്രറ്റും ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഇവിടെ അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം, യൂണിവേഴ്സിനെ വിശ്വസിക്കാം. നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കാം. ഇത് നിങ്ങൾ ഒരുപാട് മുന്നേ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം. ഓക്കെ, ആ ആഗ്രഹമാണ് ഇപ്പോൾ സബലീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവാം. എല്ലാം നിങ്ങളുടെ നല്ലതിനാണ്. എപ്പോഴും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായാലും അത് ടെമ്പററി ആണ്. പെട്ടെന്ന് തന്നെ അത് മാറി അവിടെ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള വകയും ഉണ്ടാവും. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.